എത്ര പരിശ്രമിച്ചാലും ഞാൻ ഇപ്പോ തീർക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് അവൾ പുറത്തോട്ട് വരില്ല. അത്തരമൊരു കൂട്ടാമ്പോളെ ഞാൻ പൂട്ടിയിരിക്കുന്നേ. എന്നിട്ടിപ്പോ കെണിയിലേക്ക് വീഴാൻ വരുന്നവളുടെ അവസ്ഥ എന്താ? ഒടുക്കത്തെ ഭാഗ്യം ഉച്ചയിൽ ഉദിച്ചു നിൽക്കുന്നവളാ. കണക്കൂട്ടലുകൾ മാറിപ്പോവാൻ നിമിഷങ്ങൾ മതി ചിറ്റപ്പ. എന്റെ ഈ ഓപ്പറേഷൻ സക്സസ് ആവൂ ഇല്ലെന്ന് എന്റെ മോക്ക് സംശയമുണ്ടോ? എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ ആ വാക്കുകളോടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അത് ഈ പിശാശ് പിടിച്ചവളുടെ കാര്യമായതുകൊണ്ടാ ചിറ്റപ്പ. നമ്മൾ എന്തെല്ലാം നോക്കി ഇവളെ അവനെ തീർക്കാനായിട്ട്, പക്ഷെ കഴിഞ്ഞില്ലല്ലോ. അവന്റെ ചാവടിയന്തരത്തിന്റെ ഡേറ്റ് വരെ നമ്മൾ കുറിച്ചില്ലേ? എന്നിട്ട് വല്ലതും നടന്നോ? ചിറ്റപ്പൻ ഓരോന്ന് പ്ലാൻ ചെയ്യും, പിന്നീട് അത് നടപ്പിലാക്കാൻ നോക്കും, പരാജയപ്പെടും. അവസാനം അവൻ വന്ന് ചിറ്റപ്പനെ എടുത്തിട്ട് പെരുമാറും. നീ ഒരുമാതിരി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോവോ മോളെ? ചിറ്റപ്പൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നടന്നു വരുന്ന പതിവ് കലാപരിപാടികളുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇനി സംഭവിക്കരുത്, അതിനുവേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നാ എന്റെ മോള് കേട്ടോ, ശാലിനി വന്ന് കയറാൻ പോകുന്നതേ കാലന്റെ ബന്ധുവീട്ടിലേക്കാടി. ഈ ബന്ധുവീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോവാൻ പറ്റില്ല. നമ്മുടെ പദ്ധതികൾ ഇവിടെ നടക്കണമെങ്കിൽ ശാലിനി കുറച്ചു നാളത്തേക്ക് ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത്. അത്രേ എനിക്ക് വേണ്ടു. എടി, അവള് കളക്ടർ കസേരയിൽ മാത്രമല്ല, ചിലപ്പോ ഈ ഭൂമിയുടെ മുകളിൽ പോലും ഇരിക്കില്ല. അതിനുള്ള പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ മോളെ നിന്റെ ഈ ചിറ്റപ്പൻ പോകുന്നത്. അല്ല, അത് ചോദിച്ചില്ലല്ലോ. ചിറ്റപ്പൻ എങ്ങോട്ടേ പോന്ന്? എടി, അവള് തീർന്നെന്ന് ഉറപ്പുവരുത്താനേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം. മൂക്കിൻ തുമ്പിൽ ഇങ്ങനെ വിരലെന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടേ. അതിനുള്ള പോക്കാടി. അവളെ ഇപ്പൊ ഫുൾ എന്റെ നിയന്ത്രണത്തിലാ. ഏത് നിമിഷവും അവക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഹാവൂ, ശാലിനി വിഷ്ണു എന്ന പേരിൽ നിന്നും ശാലിനി വിട്ടൊഴിയാൻ പോകുന്നു. ആളെവിടെ വരെ എത്തിന്നുള്ള വല്ല സൂചനയും കിട്ടിയോ? ഈ ചമ്പാട് എസ്റ്റേറ്റിന്റെ ക്രോസ് ചെക്കിങ്ങിനായി ഇപ്പൊ അവളവിടെ എത്തും. അതിനു മുമ്പ് എന്റെ ഒരാൾ അവളെ ഒന്ന് ക്രോസ് ചെയ്യും. അതോടെ ആ ശാലിനി വിഷ്ണുവിന്റെ കാര്യം കട്ടപ്പുക. മൂക്കില് പഞ്ഞിയും വെച്ചുള്ള പൊതുദർശനം ഉണ്ടാവണം. എങ്കിലേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാൻ പോകാൻ പറ്റൂ. അല്ല, റീത്തിൽ എന്തെഴുതും? എന്റെ പേരെങ്ങാനും എഴുതി വെച്ചാ ചത്തതാണെന്നൊന്നും അവള് വിചാരിക്കില്ല. എഴുന്നേറ്റ് വന്ന റീത്തെടുത്ത് എന്റെ മുഖത്ത് വലിച്ചെറിയും. വല്ല അജ്ഞാത സുഹൃത്തെന്ന് എഴുതാം. എന്താ ചിറ്റപ്പ? നീ റീത്തും വാങ്ങി വെച്ചിരുന്നോ? മരണവാർത്തയുമായിട്ടേ ചിറ്റപ്പൻ ഇപ്പൊ വിളിക്കാം. വീട്ടിലെത്തിയ ന്യൂസും വെച്ചിരിക്കാം. എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട. ഞാനത് ടിവിയിലൂടെ അറിഞ്ഞോളാം. അത് കേൾക്കുമ്പോ എനിക്കൊന്ന് ഞെട്ടണം. സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ. ശരി ചിറ്റപ്പ, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കേ.